ഇതൊക്കെ കൂടെ മനസ്സിലാക്കിയ ശേഷമേ നമുക്കൊരു അഭിപ്രായം പറയാനുള്ളൂ. പക്ഷെ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർണ്ണ സംതൃപ്തനാണ്. മൂന്നാമതും വരാനുള്ള സാധ്യത ഏറെയുണ്ട്. അങ്ങയുടെ പൂർണ്ണ പിന്തുണ പിണറായിക്കുണ്ട്. എൻ്റെ പിന്തുണ പിണറായിക്ക് വ്യക്തിപരമായിട്ടൊന്നുമില്ല. അഭിപ്രായങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാമല്ലോ. എതിര് പറയുന്നവർ കാണാം, അനുകൂലം പറയുന്നവർ കാണാം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. BJPക്ക് എങ്ങനെയാണ് ഇത്തവണ സാധ്യത ഉണ്ടോ? സീറ്റുകൾ കൂടുതൽ കിട്ടുമോ? BJPക്കാർ വോട്ടിംഗ് പെർസെൻറ്റേജ് അവർ കൂടുതൽ പിടിക്കും. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ നേതൃത്വത്തിൽ വന്നതിൽ പിന്നീട് വലിയൊരു മാറ്റം ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ BJPക്ക് കേരളത്തിൽ 10-30 സീറ്റ് കിട്ടുമെന്നവർ അവകാശപ്പെടുന്നതിന് ശ്രമിക്കുമെന്നുള്ളത് ഒരു ആഗ്രഹമായിരിക്കും. സീറ്റ് കിട്ടുമോ ഇല്ല എന്നുള്ളതിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. ഏതായാലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും അവർക്ക് വോട്ടിംഗ് ഷെയർ ഇത്തവണ കൂട്ടാനും സാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാധ്യമങ്ങളോടൊക്കെയുള്ള ഒരു വഴക്ക് കഴിഞ്ഞു. മാധ്യമങ്ങളിൽ എനിക്കൊരു വഴക്കുമില്ല. എന്നെ ഈ പൊട്ടിയെ ചെട്ടിയെ ചോദിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന് കേട്ടിട്ടില്ലേ? കിട്ടിയില്ലേ? എന്നെ ചതിച്ചവരെല്ലാം കിട്ടിയില്ലേ? അതുകൊണ്ട് മാധ്യമങ്ങളൊരു മര്യാദ, ഒരു മാധ്യമപ്രവർത്തകരാണ് നിങ്ങളെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം സ്നേഹം. അല്ലാതെ മാധ്യമ വിചാരണ നടത്താൻ എൻ്റെ ഒരു കരുവാക്കരുത്. അപ്പോൾ മാധ്യമത്തിലല്ല, ചില മാധ്യമങ്ങൾക്ക് എൻ്റെ ചോര കുടിച്ചേ തീരുള്ളെന്നുണ്ട്. അവർക്കൊക്കെ ദൈവം ശിക്ഷ കൊടുക്കില്ലേ? ഞാനൊന്നും കൊടുക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പൊട്ടിയെ ചെട്ടി ചോദിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും. പോയിക്കോട്ടെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, പുതിയ തലമുറയിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കളടക്കം സാമുദായിക സംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് അത്ര ഭൂഷണമുള്ള കാര്യമല്ല എന്ന് പറയുമ്പോഴും ചില സാമുദായിക സംഘടനകൾ, പ്രത്യേകിച്ച് ഈ വൈദികരടക്കമുള്ള ആളുകൾ, അവരവരുടെ സമുദായത്തിൽപ്പെട്ട ജനപ്രതിനിധികളായവരെ വിളിച്ചു വരുത്തി സ്വീകരണം കൊടുക്കുക, അവരുടെ പ്രാധാന്യം എടുത്തു പറയുക, അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ ചെയ്യും. ലത്തീൻ സഭയെ അടക്കമുള്ള ആളുകൾ കൊച്ചി മേയർക്കൊക്കെ കഴിഞ്ഞ് തവണ സ്വീകരണം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വരാപ്പുഴ അതിരൂപത അവരുടെ പ്രതിനിധികളായിട്ടുള്ളവർക്ക് സ്വീകരണം കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സാമുദായിക സംഘടനകൾ പലരും വിഘടിച്ച് ഈ രാഷ്ട്രീയത്തിൽ വ്യക്തമായി ഇടപെടൽ നടത്തുന്നുണ്ടെന്നുള്ളതാണ് തോന്നുന്നത്. അത് ശരിയാണെന്ന് തോന്നുന്നു. നമുക്ക് പറഞ്ഞാൽ കാലഘട്ടം മാറി. ഇപ്പോൾ സാമുദായിക സംഘടനകൾക്കും ഏറെ പ്രസക്തിയുള്ള കാലഘട്ടമായി മാറി. ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഒരു സാമുദായിക സംഘടന ഇടപെടാതെ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയത്തിൽ വിട്ട് അത് മുമ്പോട്ട് പോകാൻ നല്ലതെന്നുള്ളത് ശരിയെങ്കിൽ തന്നെയും ഇന്നിപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ പണ്ടത്തേക്കാളും സ്ഥാനാർത്ഥി നിർണയങ്ങൾക്ക് പോലും വോട്ട് കൊടുപ്പിക്കുന്ന രീതിയിൽ പോലും പല സമുദായ നേതാക്കന്മാരും ഇടപെട്ടുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മാത്രമല്ല ചില സമുദായങ്ങൾ പറയും ഞങ്ങൾക്ക് അവിടെ പ്രാതിനിധ്യം കിട്ടിയില്ല. ഇപ്പോഴത്തെ ചില സഭകൾ പറഞ്ഞിരിക്കുന്നു ലത്തീൻ അവിടെ കിട്ടിയില്ലേ, ഞങ്ങൾ അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്ത് കഴിയുന്നത് ചില പ്രസ്താവന കാണുന്നുണ്ട്. ഇങ്ങനെ പല സമുദായങ്ങളും പല രീതിയിലുള്ള ചിന്തകളിലേക്ക് പോകുന്നു. മാത്രമല്ല ഇന്ന് സമുദായങ്ങൾ സംഘടനകൾ പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയിലൂടെ അവരുടെ ആധിപത്യം നേടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പണ്ടിങ്ങനെയായിരുന്നോ? ജാതിയും മതവും വർഗവും പറഞ്ഞുകൊണ്ടൊന്നും ഒട്ടുപിടുത്തൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ ജാതി സംഘടനകളായി, ജാതി പാർട്ടികളായി, അങ്ങനെ ജാതി നേതാക്കന്മാരായി, അതിൽ ജാതി ആത്മീയ നേതാക്കന്മാരായി അവരെല്ലാം അവരുടേതായ അണികൾക്ക് വോട്ട് മേടിക്കാനും സ്ഥാനാർത്ഥിയാക്കാനും പരസ്പരം മത്സരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറി നമ്മൾ.